നാരായണ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 5-ാം അധ്യായം അതിൽ 15-ാമത്തെ ശ്ലോകം 7-ാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു. ഓം നാരദ മഹർഷി വ്യാസനോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയണത്. ഓം ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതര സ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ജുഗുപ്സിതം ചെയ്യാൻ പാടില്ലാത്ത നിന്ദ്യമായത് എന്ന് പറയാം. ചെയ്യാൻ പാടില്ലാത്തതെന്ന് കൂടുതൽ കുറച്ചൊരു രഹസ്യമായിട്ട് ചെയ്യുന്ന തെറ്റുകൾ ജുഗുപ്സിതം. അന്യ ഉപദ്രവമാവാം, അവനവന് തന്നെ ഉപദ്രവം ഉള്ളത് ആവാം. അപ്പോൾ അരുതാത്ത ചെയ്യുമ്പോൾ അവനവന് ഉപദ്രവം ഉണ്ടാവും, അതേപോലെ തന്നെ അന്യനും ഉപദ്രവം ഉണ്ടാവും. ഈ ആഭിചാരമായാലും ജുഗുപ്സിതം തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, ജുഗുപ്സിതം ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാം. സ്വഭാവരക്തസ്യ, ഇപ്പോൾ രക്തനാവുക, അതായത് അതിൽ അനുരക്തനാവുക. ഇപ്പോൾ ജുഗുപ്സിത കർമ്മങ്ങളിൽ അനുരക്തനാവുക, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവുക, അതാണ് ജുഗുപ്സിതം. സ്വഭാവരക്തസ്യ, സ്വഭാവം തന്നെ അതാണ്, ചീത്തയാണ്. തമോ ഗുണോ രജോ ഗുണമാണ്. അതിൽ തമോ ഗുണം വെച്ചാൽ എന്ത് ചെയ്യും, കൂടുതൽ പ്രശ്നമാവും. ഒട്ടും ആർക്കും ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് തമോ ഗുണം വരിക. അപ്പം അതുകൊണ്ട് അതൊരിക്കലും വേണ്ട. ജുഗുപ്സിതം സ്വഭാവരക്തസ്യ. അങ്ങനെ നിന്ദ്യമായിട്ടുള്ള ഈ ചില ചീത്ത പ്രവർത്തികൾ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ധർമ്മകൃതേ, ധർമ്മത്തിനായിക്കൊണ്ട് അനുശാസിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഈ ചീത്ത കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തെ അനുശാസിക്കുന്നതായിട്ടുള്ള വേദത്തിൻ്റെ അർത്ഥത്തെ പറയുന്ന പുരാണാദികൾ, അതാണ് ധർമ്മകൃതേ അനുശാസത. ധർമ്മത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ അനുശാസനമായിട്ട്, ശാസനമായിട്ട്, അതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ശാസനം, അതാണ് അനുശാസനം. അപ്പോൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയല്ലേ, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ലേ, അതാണ്. അപ്പോൾ അത് ധർമ്മകൃതയാണ്, അത് അനുശാസത. തവ നാരദൻ വ്യാസനോട് പറയാണ്, തവ അങ്ങക്ക് വ്യാസന് മഹാൻ അതിമഹത്തായിട്ടുള്ള വ്യതിക്രമ, അന്യായം സംഭവിച്ചുവോ എന്ന് ചോദിക്കുക. സാധാരണഗതിയിൽ വ്യാസൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. എന്നിട്ടും തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ എന്നാ ചോദ്യം, അല്ലാണ്ട് തെറ്റ് ചെയ്തു എന്നല്ല. വ്യാസൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഏത് വാക്യത, ഏതൊരു വാക്കുകൊണ്ടാണോ അല്ലെങ്കിൽ ആരുടെ വാക്കിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണോ ധർമ്മ ഇതി, ധർമ്മമാണെന്ന് സ്ഥിത, ഉറച്ചിരിക്കുന്നത്. ആരുടെ വാക്കുകൊണ്ടാ? ഭഗവാന്റെ വാക്കുകളാണ് ധർമ്മം. ഭഗവാൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ എന്ത് ചെയ്താലും അത് ധർമ്മമാണ്. കർണനെ കൊന്നത് ധർമ്മമാണ്. അശ്വത്ഥാമാവിനെ, ആനയാകുന്ന അശ്വത്ഥാമാവിനെ വധിച്ചു എന്ന് പറഞ്ഞ് ആ യുധിഷ്ഠിരനെ കൊണ്ട് കളവല്ലാതെ കണ്ട് കളവ് പറയിച്ച് ദ്രോണരുടെ കയ്യിൽ നിന്നും ആയുധം വെപ്പിച്ചത് ധർമ്മമാണ്. ഭഗവാന്റെ ധർമ്മമൊക്കെ ധർമ്മമാണ്. അതിനെന്തെങ്കിലും ഉദ്ദേശം, അതിൻ്റെ ഒരു സാത്വികമായിട്ടുള്ള ഒരു സമ്പ്രദായം, അതിനൊരു ലക്ഷ്യം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആരുടേതാണോ ഈ ഏത് വാക്യത ധർമ്മ ഇതി, ആരുടെ വാക്കാണോ ഈ ധർമ്മം എന്നത് സ്ഥിത ഉറപ്പിച്ചിരിക്കുന്നത്, ഇതരഹ, അതിനെ അനുസരിക്കാത്തതായിട്ടുള്ള ബാക്കിയുള്ള ജനങ്ങളുണ്ടല്ലോ, ഇതരഹ മറ്റുള്ളവർ, ജനഹ ഇതരഹ ജനഹ മറ്റുള്ള ജനങ്ങൾ, തസ്യ അതിൻ്റെ നിവാരണം, അങ്ങനെയുള്ള ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഭാവത്തിൽ നിന്നും അവരെ ഒഴിവാക്കുക, അല്ലാണ്ട് അവരെ വധിക്കുക എന്നല്ല. ഭഗവാൻ കൃഷ്ണൻ അവരെ വധിച്ചത് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ്. വ്യാസൻ അതിന് ജീവിതോദ്ദേശമല്ല. അപ്പോൾ അതുകൊണ്ട് വ്യാസൻ അത് ചെയ്യില്ല. വ്യാസന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. കൃഷ്ണൻ അങ്ങനെയല്ല ഉണ്ടായത്, മറ്റുള്ളവരെ കൊണ്ട് ഈ ദുഷ്ടന്മാരെ മുഴുവൻ വധിച്ചു. അപ്പോൾ ഈ തീർത്തും ദുഷ്ടത അല്ലെങ്കിൽ ചീത്ത ബുദ്ധി, തമോ ഗുണം, അത് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നിവാരണം, അത് നിരോധം എന്നുള്ള രീതിയിൽ തന്നെ ശ്രമിക്കുകയാണ് ഭഗവത് അവതാരങ്ങളുടെ മുഴുവൻ ലക്ഷ്യവും. പക്ഷേ ഇത് വ്യാസൻ വേണ്ട രീതിയിൽ ന മന്യതേ, ശ്രദ്ധിച്ചില്ല എന്ന് വരുന്നുണ്ടോ? വ്യാസനല്ല, വ്യാസൻ എഴുതിയതിൽ
ഈ സാധാരണക്കാരായിട്ടുള്ള ജനം വ്യാസന്റെ ഈ ഉദ്ദേശത്തെ കണ്ടെത്തിയില്ല അല്ലേ? ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് അങ്ങ് ദുഃഖിക്കുന്നത് അല്ലേ? പാലും മറ്റേ ഈ വിഷവും കൂടിയിട്ട്, അല്ലെങ്കിൽ അമൃതും വിഷവും കൂടിയിട്ട് ഭഗവാൻ വെച്ചു വ്യാസൻ. അതിൽ അമൃത് തട്ടിക്കളഞ്ഞു, പാല് തട്ടിക്കളഞ്ഞു, എന്നിട്ട് വിഷത്തെ എടുത്ത് കുടിച്ചു. എന്നിട്ട് വ്യാസനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസത, ധർമ്മകൃതേ അനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യത് വാക്യതോ ധർമ്മ ഇതീതര സ്ഥിത ഇതി ഇതര സ്ഥിത ന മന്യതേ തസ്യ നിവാരണം ജന. ജുഗുപ്സിതം സ്വഭാവരക്തസ്യ, ഈ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെട്ട് നടക്കുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് എന്ന് കണക്കാക്കാം. സ്വഭാവം എന്നുള്ളതിൻ്റെ അർത്ഥം അതാ. അതിൽ അനുരക്തി വരാനുള്ള കാരണം, രക്തനാവാനുള്ള കാരണം ഈ സ്വഭാവം കൊണ്ടാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് പച്ചമലയാളത്തിൽ പറയണു. അനുരാഗം ഉണ്ടാവുകയാണ് എന്തിനോട്? ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊരു കഷ്ട! അങ്ങനെയുള്ളവരെ ധർമ്മകൃതേ, ധർമ്മം ചെയ്യിക്കാനായിക്കൊണ്ട് അനുശാസത, ഭഗവാൻ വ്യാസൻ എല്ലാ പുരാണങ്ങളിലും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ ഉണരുന്നത് അപ്പോൾ മുതൽ നല്ല കർമ്മങ്ങളെ ചെയ്ത് കിടക്കാറാവുന്നത് വരെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, അതിൽ സത്യം, അതേപോലെ ധർമ്മം എത്രയുണ്ട്, പരോപദ്രവം എങ്ങനെയുണ്ട്, എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം സമ്പാദിച്ചു. ലൗകിക സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വേണ്ട. ഇങ്ങനെ സ്വയമേവ ആത്മവിമർശനം എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ചെയ്യണം എന്നൊക്കെയാണ്. ഇതൊക്കെ വ്യാസൻ പറഞ്ഞതാ. ആ അനുശാസനം ഇത് തവ അങ്ങേക്ക് മഹാൻ, വളരെയധികം മഹത്തായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതൊക്കെ. അത് വ്യതിക്രമ, അത് അന്യായം സംഭവിച്ചു. എന്താണ്? യത് വാക്യത, യാതൊരു ഭഗവാന്റെ വാക്കുകളാണോ ധർമ്മ ഇതി, ധർമ്മം എന്ന് സ്ഥിത ഉറപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, അത് ഇതരഹ ജനഹ, മറ്റുള്ള ജനങ്ങളിലെ ഈ തമോ ഗുണികൾ, അവര് തസ്യ നിവാരണം എന്ന മന്യത, അവരുടെ ഈ ദുഷ്ടതയെ അവർ തന്നെ വിചാരിക്കണം ഇങ്ങനെ ഒരു ദുഷ്ടത ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന മന്യത. വ്യാസൻ പറഞ്ഞതിൻ്റെ നല്ല വശം ഈ ജനങ്ങൾക്ക് എടുക്കാൻ കിട്ടുന്നില്ല എന്ന്. ജുഗുപ്സിതം ധർമ്മകൃതേ, കുറച്ചൊരു രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. ജുഗുപ്സിതം അത് ധർമ്മകൃതേ, ധർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാനാൽ അനുശാസത. അതേപോലെ ഇനി സാത്വിക വശം പറയാം. അതിലും ഗൂഢ രഹസ്യങ്ങൾ പലതുമുണ്ട്. ചില കർമ്മങ്ങൾക്ക് ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അതും ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ ഭഗവാന്റെ ശാസനമായിട്ട് പറയാറുണ്ട്. ആ ശാസനങ്ങളെ, ആ അനുശാസനങ്ങളെ, വേദം തൊട്ടുള്ള ഓരോന്നിനെയും പറയുന്നതിനെ വേണ്ടത് എങ്ങനെയാ? അതിനെ എന്നും ശീലം എന്നുള്ള നിലയ്ക്ക് ചെയ്യുക വേണ്ടത്. സ്വഭാവരക്തനായിക്കൊണ്ട്. എങ്ങനെയാ സ്വഭാവം? സാത്വികമായിട്ടുള്ള സ്വഭാവം. ഭഗവാന്റെ വാക്കുകൾ എന്തോ അതിനെ അനുസരിക്കുക. ഇതാണ് വേണ്ടത്. അത് മഹാനാണ്, അത് മഹത്ത. അതിൽ നിന്നും വ്യതിക്രമ, അങ്ങനെ അതിൽ നിന്നും വ്യത്യാസപ്പെട്ടു വന്നു വയ്ക്കുക. അതിനെ നിഷേധിച്ചു എന്ന് കൂട്ടുക, അന്യായം സംഭവിച്ചു എന്ന് കൂട്ടുക. ആ ഒരു ചര്യയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയി എന്ന് കൂട്ടുക. ചീത്ത പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയെന്ന് കൂട്ടുക. അത് ഭഗവാനെ നിഷേധിക്കുന്നതാ. ഏത് വാക്യത, ആരുടെ വാക്യമാണോ, വാചകങ്ങളാണോ, ആരുടെ വാക്കുകളാണോ ധർമ്മ ഇതി, ധർമ്മം എന്ന് പറയപ്പെടുന്നത്, അത് ഇങ്ങനെ വ്യതിക്രമം സംഭവിച്ചതായിട്ടുള്ള ഇതരഹ ജനഹ, ആ ചീത്ത ആളുകളില്ലേ, തമോ ഗുണികള്, അവര് അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാ. അവിടെ അല്ല സ്ഥിതി ചെയ്യേണ്ടത്. എവിടെ സ്ഥിതി ചെയ്യേണ്ടത്? ഭഗവാന്റെ വാക്കാകുന്ന ധർമ്മത്തിൽ. ആ ധർമ്മത്തെ ചരിക്കുക, ധർമ്മത്തിലൂടെ ചരിക്കുക. ധർമ്മത്തെ അനുശാസനം ചെയ്തുകൊണ്ട് അതിൻ്റെ വിധിക്കനുസരിച്ച് നമ്മൾ മനസ്സ വചസ കർമ്മണ ത്രികരണങ്ങൾ ചെയ്യുക. ഇതാണ് വേണ്ടത്. അപ്പോൾ ആ സ്ഥിതി ശരിയാണ്. ഇനി പക്ഷേ ഈ ഇതരഹ ജനഹ എന്ന മന്യത, ഈ കാര്യം ഈ ജനങ്ങളിലെ അത് ശ്രദ്ധിക്കണില്ല, മനസ്സിലാക്കണില്ല, മന്യത മാനിക്കണില്ല.
അങ്ങനെയുള്ളവരുടെ തസ്യ നിവാരണം, അങ്ങനെയുള്ള ഈ ജനഹ ഈ ഇതരഹ ജനഹ ന മന്യതേ എന്ന് പറഞ്ഞില്ലേ, കാരണം വ്യതിക്രമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതായിട്ടുള്ള ഈ ജനങ്ങളുടെ ഈ ചീത്ത വിചാരങ്ങളെ ഇല്ലാണ്ട് ചെയ്യാൻ, തസ്യ നിവാരണം, ആ ഭാവത്തെ, ഈ സ്വഭാവത്തെ, ചീത്ത ചെയ്യാനുള്ള അനുരക്തി, ആ രക്തഭാവം, രാഗം, അനുരാഗമാണ്. രക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് വല്ലാതെ കണ്ട് അറ്റാച്ച്മെന്റ്, അത് വിട്ടുപോരാൻ പറ്റില്ല, അങ്ങനെ ഒരു മോഹം അതിനോട്. അപ്പോൾ അതിൽ നിന്നും നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ധർമ്മത്തെ അനുശാസനം ചെയ്തു. ആരുടെ വാക്ക്? ധർമ്മ ഇതി എന്ന് പറയപ്പെടുന്ന യത് വാക്യത, ആരുടെ? ഭഗവാന്റെ മഹത്തായിട്ടുള്ള വാക്യങ്ങളാ. അതിന് ചെറിയൊരു രഹസ്യ സ്വഭാവമുണ്ട്. അപ്പം അത് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിലോ വളരെയധികം മെച്ചാണ്. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. നല്ലോണം ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രയാസമില്ല സാത്വിക ഭാവത്തിലേക്ക് എത്താൻ. ഭഗവാന്റെ വാക്കാണ്. ആ സാത്വിക ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേദം അറിയാത്തവർക്ക് വേദഭാഷ അറിയില്ല. അപ്പോൾ പുരാണാദികൾ പറഞ്ഞു, ഇതിഹാസാദികൾ പറഞ്ഞു. അപ്പോൾ അതിലാ വേണ്ടത് പോസിറ്റീവ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ചില സ്വാർത്ഥ മോഹങ്ങൾ, താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങൾ ചിലത് മറ്റേ ഈ സുഖം 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 എന്നുള്ള രീതി, ദേഹസുഖത്തെ ആഗ്രഹിക്കുന്നവർ, അവർ ഈ ധർമ്മത്തിൽ നിന്നും വ്യതിക്രമം സംഭവിച്ചു പോയി. ഇതരഹ ജനഹ അവരെന്ത് ചെയ്തില്ല? ഈ ധർമ്മമാകുന്ന ഭഗവാന്റെ ഈ വാക്കിനെ എന്ന മന്യത. എന്താ കാരണം? ഇവിടെ സ്വഭാവരക്തൻ ആണ്. ജുഗുപ്സിതമായിട്ടുള്ള ചീത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഇങ്ങനെ വരാനുള്ള കാരണത. അതിൽ നിന്നും മോചനം വേണം. ഇത് ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങ് പുരാണങ്ങളൊക്കെ എഴുതി, പക്ഷെ അത് ജനങ്ങൾ എടുത്തില്ല അല്ലേ? അതുകൊണ്ടാണോ അങ്ങ് ദുഃഖിക്കുന്നത്? നാരദൻ ചോദിക്കണ കാര്യ. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാം. ഇനി 16-ാമത്തെ ശ്ലോകം. വിചക്ഷണോസ്യ അർഹതി വേദിതും വിഭോഃ അനന്തപാരസ്യ നിവൃത്തിതസുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനസ്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വ്യാസനെ ഈശ്വരൻ എന്ന നിലയ്ക്ക് സംബോധന ചെയ്തുകൊണ്ട് നാരദൻ പറയാണ്, അനന്തപാരസ്യ, എത്രയെന്ന് പറയാൻ നിവർത്തിയില്ല, അനന്തമാണ്. ബ്രഹ്മാണ്ടം എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് അനന്ത. പക്ഷെ ബ്രഹ്മാണ്ടത്തിന് പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം ബ്രഹ്മം എന്നതിന് പരിധിയില്ല. അങ്ങനെ ബ്രഹ്മം എന്ന അവസ്ഥയിലിരിക്കുന്ന അനന്തപാരസ്യ, ഭഗവാന്റെ എന്നർത്ഥം. ആ വിഭോ, അല്ലയോ വ്യാസ ഭഗവാനെ, വിഷ്ണുവിൻ്റെ അംശാവതാരമാണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങ് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ അസ്യ നിവൃത്തിത, നിവൃത്തിമാർഗം, ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള വേദം, അത് നിവൃത്തിമാർഗമാണ്, മുക്തിക്ക് കാരണമായി തീരും. ആ നിവൃത്തിമാർഗമായിട്ടുള്ള ഈ ഭഗവാന്റെ ധർമ്മം എന്ന രീതിയിലുള്ള തദ്വാക്യത, ആ വാക്കുകൾ, ആ വേദം സുഖം, സച്ചിദാനന്ദ സുഖത്തെ തരും. ഇന്ദ്രിയ സുഖത്തെ അല്ല, സച്ചിദാനന്ദ ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കും. വേദിതും, അത് എങ്ങനെ കിട്ടും എന്ന് അറിയാനായിക്കൊണ്ട് വിചക്ഷണ, നന്നായിട്ട് തന്നെ വിശകലനം ചെയ്തിട്ട് അതിനെ പഠിച്ചിട്ട് പറഞ്ഞു. നല്ലോണം അതിനെ മനനം ചെയ്തുകൊണ്ട് വിചാരം ചെയ്തുകൊണ്ട് വേദത്തിനെ പല രീതിയിലാക്കിയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സ്വയമേവ ചർച്ച ചെയ്യാണ്. അങ്ങനെ ആയാൽ ഇങ്ങനെ, ഇങ്ങനെ ആയാൽ അങ്ങനെ എന്നൊക്കെ വേദവ്യാസൻ പലതും ചർച്ച ചെയ്തിട്ടാണ് പുരാണങ്ങൾ എഴുതിയത്. അതുകൊണ്ടാണ് ശൈവ വൈഷ്ണവ ശക്തയായിട്ട് മാറി മാറി വരാൻ കാരണം. അതുകൊണ്ടാണ് ഈ പ്രത്യേകമായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഓരോരോ കഥകളായിട്ട് പറയാൻ കാരണം. അതും പോരാഞ്ഞിട്ടാണ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതം എഴുതിയത്. അങ്ങനെ അനവധിയുണ്ട്. അപ്പോൾ വിചക്ഷണനായിട്ടുള്ള ഈ വേദവ്യാസന്റെ എല്ലാവരെയും ഇത് അറിയിക്കാനുള്ള താല്പര്യം
അത് വിചക്ഷണ അർഹതി. ഇങ്ങനെ ഒരു ഭാവമുള്ളവർക്ക് മാത്രമേ അത് അർഹതയുള്ളൂ. ഇനി വ്യാസന് മാത്രമല്ല, വ്യാസൻ അത് ചെയ്തു. വ്യാസനെ നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ വ്യാസനെയും പഠിക്കണം, വ്യാസ രചനകളെയും പഠിക്കണം. വ്യാസൻ ഉദ്ദേശിച്ച ഈ രചനയിൽ നായകന്മാര്, അതിൻ്റെ വഴിയെന്ത്, അതിൻ്റെ മുഴുവൻ ആകത്തൊക്കെ എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് അന്വേഷിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. വിചക്ഷണ അർഹതി, അങ്ങനത്തെ ഒരാൾക്ക് അത് കിട്ടും. അതഹ അല്ലെങ്കിൽ തതഹ, ഈ കാരണം കൊണ്ട് ഗുണൈഹി, ഈ സത്രജസ്തമോ ഗുണങ്ങൾ പ്രവർത്തമാനസ്യ, പ്രവർത്തിക്കുന്നവനും ഗുണത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനും അനാത്മനഃ, ദേഹത്തിൽ അഭിമാനമുള്ളവനുമാണ്. ജീവനെ അല്ല അഭിമാനം, നമ്മളൊക്കെ ദേഹത്തെയാണ് അഭിമാനം. അതുകൊണ്ട് വിഭോ, അല്ലയോ വ്യാസഭഗവാനെ, ചേഷ്ടിതം, ഇപ്പോൾ അങ്ങ് ചെയ്തതായിട്ടുള്ള ഈ സതുദ്ദേശം ഉണ്ടല്ലോ, ആ സതുദ്ദേശം ഭവാൻ ദർശയ, കാട്ടിക്കൊടുത്താലും. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഭഗവാൻ പറഞ്ഞത്, ഭഗവാൻ ചെയ്തത്, ഭഗവാന്റെ അവതാരം തൊട്ടുള്ള ലീലകള്, ഭക്ത അനുഗ്രഹം, ഇതിനൊക്കെ ഈ ഭഗവാൻ ചെയ്തു, ഭഗവാൻ പറഞ്ഞു എന്ന രീതിയിലാണ് പറയേണ്ടിയിരുന്നത്. ഇത് അങ്ങനെയല്ല. ആ ഭഗവാൻ ചെയ്തതിൻ്റെ ധർമ്മം ഇന്നതാണ്, ഭഗവാൻ ചെയ്തതിൻ്റെ കാര്യം ഇങ്ങനെയാണ്, ഭക്തന്മാർ സ്വീകരിച്ചത് ഇങ്ങനെയാണ്, വിരോധഭക്തിയുള്ളവർ സ്വീകരിച്ചത് ഇപ്രകാരത്തിലാണ്, ഭഗവാൻ അതിനെ ഇങ്ങനെയാണ് നിഗ്രഹാനുഗ്രഹം ചെയ്ത് അനുഗ്രഹിച്ചത്, ഭക്തന്മാരെ ഇങ്ങനെയാണ് അനുഗ്രഹം വരമായിട്ട് കൊടുത്ത് അനുഗ്രഹിച്ചത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതേ. അപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞത് ഭഗവാൻ, ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജനിക്കാനുണ്ടായ സാഹചര്യം, ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവം, ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ജനിച്ചതിൻ്റെ ശേഷം ഓരോരുത്തരും ഭഗവാനെ സ്വീകരിച്ചത്, ഭഗവാൻ ഈ ജനിച്ച അന്ന് മുതൽ ചെയ്തതായിട്ടുള്ള ഓരോ ലീലകളെയും ഭഗവാൻ ചെയ്തു, ഭഗവാൻ ചെയ്തു, ഭഗവാൻ എന്താ ചെയ്തു, ഇങ്ങനെ നമുക്ക് സിനിമയിൽ ഇങ്ങനെ കാണുന്ന പോലെ അങ്ങനെ കാണിച്ചു. അതങ്ങനെ കാണിച്ചില്ല മറ്റു പുരാണങ്ങളിൽ. അപ്പം അങ്ങനെ കാണിക്കൂ, അങ്ങനെ കാണിക്കണം, ദർശക കാട്ടിക്കൊടുക്കൂ. ഭഗവാന്റെ ഈ ചെയ്തികളെ ദർശയ, കാട്ടിക്കൊടുക്കൂ. അപ്പോൾ ഭഗവാൻ അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞാൽ പോരാ, ഭഗവാൻ ചെയ്യുന്നത് നമുക്ക് തന്നെ കാണണം. ദാമോദര ലീലയിൽ ഭഗവാൻ ഉണർന്ന സമയത്ത് അമ്മയെ കണ്ടില്ല, അപ്പം ശുണ്ഠി വന്നു. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ തൈര് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഭഗവാന്റെ കാഴ്ചപ്പാടിലായി കാണുന്നതേ, അങ്ങനെ വിവരിക്കണം. കടകോലിൻ്റെ മീതെ കൈ വെച്ചപ്പോൾ കൃഷ്ണനാണെന്ന് മനസ്സിലായി, കണ്ണ് തുറന്നു യശോദ, ഉണ്ണിയെ വാരിയെടുത്തു, വില കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പാല് പോകുന്നുണ്ട്, അടുപ്പത്ത് വെച്ച പാല് തിളച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണി അവിടെ വെച്ചു പാല് വാങ്ങാൻ വേണ്ടിയിട്ട്, വാങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നേക്കാൾ വലിയ വില ഉണ്ടോ ഈ നാഴിപ്പാലിന് എന്നായി. ഭഗവാന്റെ കാഴ്ചപ്പാടിലാണ് കഥ പറയണത്, അങ്ങനെയല്ല മറ്റു പുരാണങ്ങളിൽ പറഞ്ഞത്. വന്നു നോക്കിയപ്പോൾ ഭഗവാൻ ചെയ്ത പ്രവൃത്തികളെ കണ്ട് യശോദ അന്തം വിട്ടു. തൈര് കലം പൊട്ടിച്ചു, അത് ആ മുറി മുഴുവനെ പരന്നു. ഭഗവാൻ അതിൽ 10 ദിക്കിലേക്ക് നടന്നു എന്നാ. ഭഗവാൻ പുറത്തേക്ക് പോയത് കാണാണ്ട് അകത്തേക്ക് വന്നത് കാണാനുമില്ല. ഇതെങ്ങനെയത്? 10 ദിക്കിലേക്കും ഭഗവാൻ പുറത്ത് പോയിട്ടുണ്ട്, തിരിച്ചു വരുന്നത് കാണാനുമില്ല. ഏത് വഴിക്കാണ് പോയിണ്ടാവുകയാണാവോ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ ദിക്കിലും തിരഞ്ഞു. കുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്, പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് ഒരിക്കലും പോവില്ല. അപ്പോൾ ഓരൽപ്പുര എന്ന് പറയുന്നത് പണിയെടുക്കുന്ന സ്ഥലമാണ്. അവിടെ നെല്ല് കുത്തുക, അവിലിടിക്കുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. മലര് വറുക്കുക, അങ്ങനെയല്ലേ. അവിടേക്ക് കൃഷ്ണൻ സാധാരണ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നോക്കിയില്ല, അവിടെ കൊടുക്കാൻ നോക്കിയത്. നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒരലിൻ്റെ മുകളിൽ തലേ ദിവസത്തെ വെണ്ണി കാണാനില്ല, അതും കൂടി അവിടെ ഒരലിൻ്റെ ഉള്ളിലിട്ടിട്ട് അതിൻ്റെ മീതെ കയറിയിരിക്കണം. അതൊരിക്കലും പാടില്ല. കരുതാത്തതിന് മുഴുവൻ ചെയ്യാം കൃഷ്ണൻ. കൃഷ്ണൻ ചെയ്തത് ഓരോരുത്തരും കാണുക. അപ്പം കൃഷ്ണനിലായി മനസ്സ്, ഇങ്ങനെയല്ല അങ്ങ് പറഞ്ഞത് മറ്റു പുരാണങ്ങളിൽ, അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയെന്നാ. ഭീഷ്മരെ കൊണ്ട് പറയിച്ചു എന്നാണ്. അപ്പം കൃഷ്ണ റോളില്ലാണ്ടേ. അപ്പം കൃഷ്ണൻ്റെ റോൾ ഉണ്ടാവണം. ധർമ്മം മുഴുവൻ ഭീഷ്മർ 2 പർവ്വം പറഞ്ഞേ, അതുകൊണ്ട് കാര്യമില്ല. ഗീത ആകെ ഈ 700 ശ്ലോകങ്ങളെ കൊണ്ടാണ് പറഞ്ഞത് ഭഗവാൻ. ഭഗവാൻ ഇതില്ലായിട്ടല്ല. അപ്പം അങ്ങനെ പോരാന്നാ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഭഗവാൻ ചെയ്തു എന്നുള്ളത് കാണിച്ചു കൊടുക്കൂ.
ഭഗവാനെ ശിക്ഷിക്കണമെന്ന് തോന്നി യശോദയ്ക്ക് തല്ലാൻ വേണ്ടിയിട്ട് വടിയെടുത്തു. മയിൽപീലിയുടെ തണ്ട് കളഞ്ഞിട്ട് ഒരാര്, അതുകൊണ്ട് തല്ലണം വിചാരിച്ചു. അപ്പോൾ യശോദ ഇങ്ങനെ പിന്നാലെ ഓടുന്ന് കണ്ടപ്പോൾ കുട്ടികൾക്ക് അതേപോലെ ഗോപികമാർക്കൊക്കെ രസം. ഗോപികമാരൊന്ന് ചിരിച്ചു അത്രേ. എൻ്റെ അമ്മയെ കളിയാക്കി ചിരിക്കാൻ നിങ്ങളായിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പിടുത്തം കൊടുത്തു. അപ്പോൾ പിന്നെ അടിക്കണ്ടാച്ചു, നിശ്ചല അടി വേണ്ടാച്ചു. പിന്നെ തോന്നി ശിക്ഷിക്കണത് ആദ്യം. അപ്പോൾ കയറുകൊണ്ട് കെട്ടി, ഒരെല്ലാം മുകളിൽ ആദ്യം കെട്ടി, പിന്നെ വയറിൽ കെട്ടി. അപ്പോഴാണ് കുറവ് കണ്ട്. ആ കൊട്ടാരത്തിലുള്ള മുഴുവൻ കയറ് കൊണ്ടുവന്നിട്ടും കെട്ടാനിട്ട് പറ്റിയതുമില്ല. അപ്പോഴും ഗോപികമാരൊന്ന് കളിയാക്കി, യശോദയെ കളിയാക്കി. എൻ്റെ അമ്മയെ കളിയാക്കണ്ട, നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം. സ്വയമേവ ആദ്യത്തെ കയറുകൊണ്ട് കെട്ടപ്പെട്ടു. ഉണ്ണി സ്വയമേവ കെട്ടേണ്ടായത്. അമ്മ ഇത് കെട്ടിയിട്ടുള്ള അമ്മ കണ്ടില്ലേ എന്നുള്ള മട്ടായി. ഉണ്ണിയുടെ ആ ഓരോ പ്രവൃത്തികളിലും നമ്മുടെ മനസ്സ് അവിടെ നിന്ന് പോരില്ല. ഇങ്ങനെ പറയണം കേട്ടോ എന്നാ. യശോദയ്ക്ക് എന്ത് പറ്റി? ഈ ഉണ്ണിയുടെ വയറിൻ്റെ മുകളിൽ കയറിട്ട് കെട്ടിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ. അത് പിന്നെ ഈ 85-ാമത്തെ വയസ്സിൽ വരെ യശോദ കൊണ്ട് നടന്നു. 3-ാമത്തെ വയസ്സിൽ നടന്നുള്ള ലീലയാ. പിന്നെ യശോദയ്ക്ക് അവിടുന്ന് അങ്ങോട്ട് 11 വയസ്സ് വരെയുള്ള ലീലകളിൽ അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. ഈ കയറുകൊണ്ട് കെട്ടിയില്ലേ വയറിൽ ദാമോദരൻ, ദാമം ഉദരത്തിൽ കെട്ടപ്പെട്ടു. അതുകൊണ്ട് ദാമോദരൻ എന്നുള്ള പേരായി. യശോദ വിളിച്ച നാമമാണ് ദാമോദരൻ. യശോദയുടെ ഉള്ളിൽ ദാമോദരനായിട്ടാണ് പിന്നെ എപ്പോഴും ഒരലോണ്ട് കെട്ടിയിട്ടുള്ള ആ ഉണ്ണി. വയറിലാണ് കെട്ടിയത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ കൃഷ്ണനെ എങ്ങനെ കാണണം എന്ന് പറഞ്ഞു കൊടുക്കൂ, മനസ്സിലാക്കൂ എന്നുള്ളതാണ്. വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോः അനന്തപാരസ്യ നിവൃത്തിതസുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനസ്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. അപ്പോൾ അനന്തപാരസ്യ എത്രയാന്ന് പറയാൻ നിർത്തിയില്ല. അത്രയും കൂടുതൽ ഈ ഭഗവാന്റെ ഭഗവത്വം മഹത്വം എത്രയാ വെച്ചാൽ പറയാൻ നിർത്തിയില്ല. അളക്കാനൊന്നും പറ്റില്ല, അപ്രമേയനാണ്. അങ്ങനെയുള്ള മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭഗവാന്റെ ഈ പരാഭാവം അത് വിഭോ വ്യാസഭഗവാനെ പറയാണ്. അതിൻ്റെ നിവൃത്തിത ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നിവൃത്തി മാർഗം. അപ്പോൾ നിവൃത്തി മാർഗം എന്നുള്ളത് മുക്തി മാർഗമാണ്. അതിൽ സ്വാർത്ഥ ലാഭങ്ങളൊന്നുമില്ല. പണിയൊക്കെ ചെയ്യാൻ വേണം, മറ്റേ ലാഭം എടുക്കരുത്. ലാഭം എടുക്കരുതെന്നല്ല കേട്ടോ അതിൻ്റെ സാരം. അതിൻ്റെ പ്രതിഫലം ഒന്നും എടുക്കാൻ പാടില്ല. കർമ്മവും കർമ്മഫലവും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് നിസ്വാർത്ഥ കർമ്മം, നിഷ്കളങ്ക ഭാവം. നിസ്വനാവുകയും വേണം, ഒന്നും കയ്യിലുണ്ടാവരുത് ബാക്കി. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് നിവൃത്തിമാർഗം ചെയ്യുക. പരഹിതമായിട്ടേ ചെയ്യാവൂ. ദേവഹിതം, പരഹിതം, അതേപോലെ ലോകഹിതം, ജീവഹിതം, ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാവൂ. അത് നിവൃത്തിമാർഗ. ആ സുഖം അപ്പോൾ കിട്ടുന്ന ഒരു പരമാനന്ദ സച്ചിദാനന്ദം ഉണ്ട്. അവിടെ ഇന്ദ്രിയ സുഖമല്ല. നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലം നമുക്കല്ല ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. കുട്ടിയുടെ കരച്ചിലാണ്ട് മാറിയാൽ നമുക്ക് വലിയ സന്തോഷമായി. മുത്തശ്ശൻ്റെ ആ വേദന അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ ആ ഒരു ആശ്വാസം കിട്ടിച്ചാൽ നമുക്ക് കിടപ്പ് രോഗിയാണ്, അപ്പോൾ വലിയ സന്തോഷമായി. ഇങ്ങനെ പലതും നമുക്ക് അന്യർക്ക് വിഷമം ഉണ്ടാകുന്നു എന്ന കാര്യത്തെ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഈശ്വരൻ പ്രീതിപ്പെട്ടു എന്നാണ്. ആ മുത്തശ്ശനും ഈ കുട്ടിയുമാണ് സന്തോഷിച്ചത്. പക്ഷേ ഭഗവാന്റെ പ്രീതി നമ്മിലെത്തി. ഇതാണ്. അപ്പോൾ നിവൃത്തിമാർഗം ഇങ്ങനെയാണ് സച്ചിദാനന്ദ സുഖത്തെ തരിക. അത് അറിയാൻ വേണ്ടിയിട്ട് വേദിതും, അതിനെ അറിയാൻ വേണ്ടിയിട്ട് വിചക്ഷണ കുറച്ചൊരു നൈപുണ്യം വേണം. ആ നൈപുണ്യം അർഹനാകുന്നു. ആര്? വ്യാസൻ അർഹനാണ്. വ്യാസൻ്റെ ഈ കൃതികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളും അർഹനാവും. ഇപ്പോൾ പുരാണത്തിൽ അത്രയ്ക്കും കിട്ടുന്നില്ല, ഭാഗവതത്തിലോ മുഴുവൻ കിട്ടും ചെയ്യുന്ന. ഇനി എഴുതാൻ പോണേ ഉള്ളൂ. അപ്പോൾ തതഹ ആ കാരണം കൊണ്ട് ഈ ഗുണൈഹി, ഈ സത്വരജസമോ ഗുണങ്ങളെ കൊണ്ട് നമ്മളെ പോലെയുള്ളവർ സ്വാർത്ഥലാഭത്തിനോ അല്ലെങ്കിൽ രജോ ഗുണ തമോ ഗുണം ഏതായാലും വേണ്ടില്ല പ്രവർത്തമാനസ്യ, നമ്മളങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? അത് അനാത്മനാഭാവം വരും. ജീവന് വേണ്ടിയിട്ടല്ല ചെയ്യുക, ആത്മാവിന് വേണ്ടിയിട്ടല്ല ചെയ്യുക, ആത്മാർത്ഥമായിട്ടല്ല ദേഹാർത്ഥമായിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ ദേഹാർത്ഥ ഭാവം വരരുത്. അല്ലയോ ഭഗവാനെ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വ്യാസദേവ, ഗുരു, അങ്ങ്
ഭഗവാന്റേതായിട്ടുള്ള ചേഷ്ടിതം ആ വ്യാപാരത്തെ മുഴുവൻ ദർശയ കാട്ടിക്കൊടുത്താലും അതാണ് അത് ചെയ്തു വ്യാസൻ ഭാഗവതത്തിലൂടെ. അപ്പോൾ വ്യാസന് രക്ഷ കിട്ടി. അതാണ് വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോ. ഇങ്ങനെ നന്നായിട്ട് വിശകലനം ചെയ്യുന്നതായിട്ടുള്ള ഭക്തൻ അസ്യ അർഹതി ആ ഭഗവാന്റേതായിട്ടുള്ള എന്ന് സാരാണ് അസ്യ. അങ്ങനെയുള്ള ഈ ഭക്തൻ്റെ അർഹതി വേദിതും അറിയാൻ വേണ്ടിയിട്ട് അർഹതയുണ്ട്. എന്ത്? വിഭുവിൻ്റെ ഈ അനന്തപാരനായിട്ടുള്ള വിഭുവിൻ്റെ നിവൃത്തിത ആ നിവൃത്തി മാർഗത്തെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തെ പ്രവർത്തമാനസ്യ പക്ഷേ പ്രവൃത്തി മാർഗത്തിലൂടെ ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ സ്വാർത്ഥ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്നവർക്ക് രജോ ഗുണിക്ക് തമോ ഗുണിക്ക് ഗുണൈഹി അത് അനാത്മന ഭാവം വരും. ജീവൻ്റെ രക്ഷയ്ക്കല്ല വരിക, അത് ദേഹത്തിൻ്റെ ആവശ്യത്തിനാണ് വരിക. അപ്പോൾ അതത്ര ഗുണം ഉണ്ടാവില്ല. തതഹ ഭവാൻ ദർശയ. അതുകൊണ്ട് അതിനെ ഭഗവാൻ ഈ അനന്തപാരനായിട്ടുള്ള ഈ വിഭുവിൻ്റേതായിട്ടുള്ള നിവൃത്തി മാർഗത്തെ ദർശയ. ഭവാൻ ദർശയ. വേദവ്യാസൻ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ എന്താ കാണിച്ചു കൊടുക്കേണ്ടത്? അവതാരം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ചേഷ്ടിതം വിഭോഹോ ചേഷ്ടിതം ദർശയ. വിഭോഹോ അവിടെ ആദ്യത്തെ വരിയത്തെ വിഭോഹോ എന്നാണ്. വേദിതും വിഭോഹോ. ആ വിഭോഹോ എന്നുള്ളത് ഇവിടെ വരിക. വിഭോഹോ ചേഷ്ടിതം ദർശയ. വിഭുവിൻ്റെ ചേഷ്ടിതങ്ങളെ കാട്ടിക്കൊടുക്കൂ എന്നാണ്. വിഭോഹോ അനന്തപാരസ്യ. ആ വിഭുവായിട്ടുള്ള ഭഗവാന്റെ ചേഷ്ടിതം വിഭോഹോ അനന്തപാരസ്യ ചേഷ്ടിതം അതിനെ പറഞ്ഞു കൊടുക്കൂ. എന്തിനു വേണ്ടിയിട്ട്? നിവൃത്തി മാർഗമായിട്ട് പറഞ്ഞു കൊടുക്കൂ. ഇതാണ് സാരം. വിചക്ഷണോസ്യാർഹതി വേദിതും വിഭോരനന്തപാരസ്യ നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനസ്തോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഇപ്പോൾ 15, 16, 2 ശ്ലോകങ്ങൾ 7ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. ശ്രീ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ.